സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. മെഡിക്കൽ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ന് വെച്ചാൽ മെഡിക്കൽ മരുന്നുകൾ കൊണ്ടുവരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ മെസ്സേജുകൾ നേരത്തെ വിട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്നും മരുന്ന് കൊണ്ടുവരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചിലർ ബിസിനസ്സിനായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, ചിലർ സ്വന്തം ഉപയോഗത്തിന് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വന്തം ഉപയോഗത്തിന് കൊണ്ടുവരുന്നവർക്ക് പ്രശ്നമില്ല. കാരണം ഏത് അസുഖമാണോ അദ്ദേഹത്തിനുള്ളത് അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും മറ്റ് മരുന്നിൻ്റെ രേഖകളൊക്കെ ആയിട്ട് കൊണ്ടുവരല് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വേറൊരാൾക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്രശ്നമാണ്. എയർപോർട്ടിൽ അഥവാ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ മരുന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ അല്ല അത് വേറെ ആൾക്കാണെന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്. അത് അവരവിടെ പിന്നെ പിടിച്ചു വെച്ച് അത് ചെക്ക് ചെയ്യും, നമ്മൾ വിടത്തില്ല. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. പിന്നെ ചെക്ക് ചെയ്തിട്ട് അതിന് വേറെ പ്രശ്നങ്ങൾ മരുന്ന് ഇല്ലെങ്കിൽ മാത്രമേ പിന്നെ അതിനെ വിടുള്ളൂ. പിന്നെ വേറെ ടൈപ്പുള്ള ഇപ്പം 2 കേസുകൾ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഹിന്ദിയിലും കൂടിയിട്ട് ഈ ന്യൂസ് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം UP-ക്കാരായ ആൾക്കാർ പിന്നെ ഹൈദരാബാദ് ഇതൊക്കെ. അപ്പോൾ ഒരാൾ ഒരു പ്രാവശ്യം ഈ സിറിഞ്ച് നമ്മൾ കുത്തിവെക്കണ സിറിഞ്ച് ഉണ്ടല്ലോ, അതിവിടെ കൊണ്ടുവന്ന് ഇവിടെ ലാഭം കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ആദ്യം 25 പീസ് കൊണ്ടുവന്നു, അപ്പോൾ പിടിച്ചില്ല. അപ്പോൾ അദ്ദേഹം പിന്നീട് പോയി 50 എണ്ണം കൊണ്ടു, അപ്പോഴും പിടിച്ചില്ല. അപ്പോൾ എന്തായി? അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അത് പിടിക്കുകയില്ല, വലിയ കുഴപ്പമില്ലാത്ത ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന 500 പീസാണ്. 500. അപ്പോൾ 500 പീസ് കൊടുത്തപ്പോൾ പിടിച്ചു. ആളകത്ത് കിടക്കണം. അപ്പോൾ നല്ല ശിക്ഷ എങ്ങനെയാലും 3-4 വർഷം ശിക്ഷ കിട്ടും. പിന്നെ കൊണ്ടുവന്നത് കോഫ് സിറപ്പാണ്. കോഫ് സിറപ്പ് ആദ്യം 25 എണ്ണം കൊണ്ടുവന്ന് പിടിച്ചില്ല. പിന്നെ 50 എണ്ണം കൊണ്ടുവന്നു, പിന്നെ അത് പിടിച്ചില്ല. അപ്പോൾ 100 എണ്ണം കൊണ്ടുവന്നു. 100 എണ്ണം കൊണ്ടുവന്നിട്ട് പിടിച്ച് അതും അകത്തെടുക്കാറ്. അതിന് ശിക്ഷ വന്നിട്ടില്ല. അപ്പോൾ മരുന്നുകൾ കൊണ്ടുവരുന്നത് ശ്രദ്ധയ്ക്ക് അളവിൽ കൂടുതൽ മരുന്നുകളുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളും ആർക്കാണെന്നുള്ളതും കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊണ്ടുവരണം. അതിൻ്റെ രേഖകൾ സഹിതം. വേറെ ആൾക്കുള്ള മരുന്ന് കൊണ്ടുവന്നെങ്കിൽ കൂടുതൽ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം ഉപയോഗത്തിലുള്ള മരുന്നുകൾക്ക് ഒരു പ്രശ്നമില്ല കൊണ്ടുവന്നില്ല.